നീതിമാനാണ്. കാരണം അതുപോലൊരു നീതി ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ നീതി പോലൊരു നീതി ലോകത്തൊരു കഥാപുസ്തകത്തിൽ പോലുമില്ല, ഒരു തത്വശാസ്ത്രത്തിൽ പോലുമില്ല. ആരും സങ്കല്പിച്ചിട്ട് പോലും, ഒരു നോവൽ പോലും എഴുതിയിട്ടില്ല ഇങ്ങനെ നീതിമാനാരാളെ കുറിച്ച്. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു നോവലിലോ സാഹിത്യത്തിലോ ഇതിഹാസത്തിലോ പുരാണങ്ങളിലോ ഒന്നും സ്നേഹം എന്ന ആശയവുമില്ല. രാജാക്കന്മാരുടെ കഥകളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അവിടെ ശത്രുക്കൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരാളില്ല, എല്ലാവരും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞ ആളില്ല. ആ ഒരു സ്നേഹം എന്ന അഗപ്പ എന്ന വേദപുസ്തകത്തിൽ പറയുന്ന ആ സ്നേഹം എന്ന വാക്ക് ലോകത്തിലുള്ള ഒരു മതത്തിലും ഒരു പുസ്തകത്തിലും ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആശയം ആർക്കും അറിയില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ബന്ധം അതെല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളോട് തോന്നുന്ന വാത്സല്യം അതെല്ലാവർക്കും അറിയാം, സഹോദരങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ, ചന്ദ്രനിൽ പോയപ്പോൾ ഒരു മലയാളിയെ കണ്ടെന്ന് പണ്ടൊരു കഥയുണ്ട്. ആ മലയാളിയെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹമുണ്ട്. ഒരു മലയാളി അവിടെ കൊള്ളാം, നമ്മുടെ ഏതെങ്കിലും വിദൂര ദേശത്തിലും ആ മലയാളിയാണോ ചോദിക്കുമ്പോൾ തോന്നുന്ന സ്നേഹം, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ സഹോദര സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ ജീവനിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഒരു സ്നേഹം എന്ന ആശയം പ്രകൃതിയിൽ തന്നെ ഇല്ലാത്ത ഒരു സാധനമാണ്. കാരണം നമ്മളൊരു തൊട്ടാവാടി ചെടിയെ തൊടുമ്പം അത് ചുരുങ്ങി പോകുന്ന എന്തിനാണ്? അത് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആമയെ തൊടുമ്പോൾ അത് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ബയോളജിക്കൽ റെസ്പോൺസ് ഉണ്ട്, റിഫ്ലെക്സ് റിയാക്ഷൻ. അത് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അതിന് അപകടം മനസ്സിലാക്കി കഴിയുമ്പം അത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ആ ഷെല്ലിനകത്തോട്ട് ഒതുങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് ഉള്ള അനേക ജീവികളും അതിന് രക്ഷപ്പെടാനുള്ള ഒരു മെക്കാനിസം അതിനുണ്ട്. ഇപ്പോൾ ഒരു പാമ്പായാലും അതിനെ ആക്രമിക്കും, നമ്മൾ അതിനെ ആക്രമിക്കുമെന്ന് തോന്നുമ്പോഴാണ്, അത് ചുമ്മാ വന്ന് ആക്രമിക്കുന്നതല്ല. ഈ മൃഗങ്ങൾക്കും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തിരിച്ചു പ്രതികരിക്കാനും ജീവൻ രക്ഷിക്കാനും ഓടി രക്ഷപ്പെടാനുള്ള ഒരു പ്രവണതയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കസേര ആരെങ്കിലും അടിച്ചു മാറ്റുമെന്ന് തോന്നിയാൽ അവനെ ഒതുക്കണം എന്നുള്ളത് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ബയോളജിക്കൽ ലൈഫിനകത്ത് തന്നെ ഉള്ളതാണ്. കാരണം അങ്ങനെ പിടിച്ചു നിന്നാലേ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് ഡാർവിൻ പറഞ്ഞത് അതാ ബേസിക്കലി. അതായത് ഒരുത്തൻ എന്നേക്കാൾ മിടുക്കനായി വളരുന്നെന്ന് കണ്ടാൽ അവന് ഒതുക്കേണ്ടത് എനിക്ക് നിലനിൽക്കാൻ ആവശ്യമാണ്. അപ്പോൾ എല്ലാ ബയോളജിക്കൽ റെസ്പോൺസും